അതൊക്കെ പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് പോവാം. 4 types of learning paradigms ആണുള്ളത്. പാരാഡിഗംസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മെഷീൻ ലേണിംഗിൽ എന്ത് ടൈപ്പിലുള്ള ഡേറ്റയാണ് നമ്മൾ ആസ് ആൻ ഇൻപുട്ട് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഡേറ്റ അനാലിസിസിന് വേണ്ടി കൊടുക്കുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് 4 ടൈപ്സിലുള്ള ലേണിംഗ് പാരാഡിഗംസ് എന്ന് പറയുന്നത്. അതിന് 4 സ്റ്റൈൽ ഓഫ് ലേണിംഗ് ആണുള്ളത്. ഇതിനകത്ത് 5 കാണിച്ചിട്ടുണ്ട്, ബട്ട് ആക്ച്വലി 4 ഉള്ളൂ. സൂപ്പർവൈസ്ഡ്, സെമി സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്, റീഇൻഫോഴ്സ്മെന്റ്. സൂപ്പർവൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസിന് മുഴുവൻ ലേബൽസ് ഉണ്ടായിരിക്കും. സോ അതെന്താണ്, ലേബൽഡ് ഡേറ്റാസിൽ നിന്ന്, അതായത് ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ ആനിമലിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രോഗ്രാം ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെഷീൻ ലേണിംഗ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ആനിമലിന്റെ ഫിഗേഴ്സ് കൊടുത്ത് നമ്മൾ ആ ട്രെയിൻ ചെയ്യിക്കണം, മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുന്നു. ദിസ് ഈസ് ആൻ ആനിമൽ. ലൈക്ക് എന്താണ്, ഒരു ക്യാറ്റ് ആണെങ്കിൽ ഇത് ക്യാറ്റ് ആണ്. ദെൻ കുറെ ഫോട്ടോസ് ഓഫ് ഡോഗ് കൊടുക്കുന്നു, കുറെ ഫോട്ടോസ് ഓഫ് ക്യാറ്റ് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ക്യാറ്റ് ആവുന്നതെന്നും ഡോഗ് ആവുന്നതെന്നും ആ ഒരു പാറ്റേൺ റെക്കഗ്നിഷനിലൂടെ മെഷീൻ ലേണിംഗ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. ആ ഒരു കൺസെപ്റ്റ് ആണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അത് സെക്കൻഡ് കാറ്റഗറിയാണ് സെമി സൂപ്പർവൈസ്ഡ് എന്ന് പറയുന്നത്. ആക്ച്വലി സെമി സൂപ്പർവൈസ്ഡ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ടൈപ്സിലുള്ള സ്കാനിങ് ഇമേജസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ തന്നെ മൾട്ടിപ്പിൾ ലൈക്ക് ഒരു 1000ഓളം ഇമേജസ് സ്കാൻ ചെയ്യുന്നുണ്ടാവും. ബോൺസിന്റെ ഉണ്ടാകും, ചെസ്റ്റിന്റെ സ്കാനിങ് നടത്തുന്നുണ്ടാകും, അല്ലെങ്കിൽ ലിവറിന്റെ, അങ്ങനെ മൾട്ടിപ്പിൾ ഓർഗൻസിന്റെ എല്ലാത്തിനെയും സ്കാൻഡ് ഇമേജസ്, പലതരത്തിലുള്ള സ്കാനിങ്സ് ഉണ്ട്. MRI ഉണ്ട്, CT ഉണ്ട്. സോ ആ സ്കാൻഡ് ഇമേജസ് എല്ലാം ലേബൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള സെനാരിയോസിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക. അതായത് ഒരു ലേണിംഗ് മെത്തേഡ്, മെഷീൻ ലേണിംഗ് ചെയ്യുവാണ്. നമ്മളൊരു എക്സ്പ്ലിസിറ്ററോ അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമറോ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാതെ ആ മെഷീൻ ഇറ്റ്സെൽഫ് എന്ത് ചെയ്യുന്നു, ലേൺ ചെയ്യുന്നു. ഇത് ചെസ്റ്റിന്റെ സ്കാനിങ് ആണ്, അല്ലെങ്കിൽ ചെസ്റ്റിന്റെ സ്കാൻ ഇമേജ് ആണ്, അല്ലെങ്കിൽ ഇതൊരു ബോൺസിന്റെ ഏതെങ്കിലും ഒരു എല്ലിന്റെ ഇമേജ് ആണ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു ഓർഗന്റെ, അങ്ങനെയുള്ള അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം കുറച്ച് സ്കാൻഡ് ഇമേജസ്, ഫോർ എക്സാമ്പിൾ ചെസ്റ്റിന്റെ സ്കാൻഡ് ഇമേജസിന് ഇത് ചെസ്റ്റ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കുറച്ച് ലേബിൾഡ് പിക്ചേഴ്സ് കൊടുക്കുന്നു. ദെൻ ഇത് ലിവർ ആണ് അല്ലെങ്കിൽ ഇന്ന ഓർഗൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ലേബിൾഡ് ഫിഗേഴ്സ് കൊടുക്കുന്നു. കുറച്ച് എമൗണ്ടില് ഫ്യൂ ലേബിൾഡ്, അതിനേക്കാളും ഏറെ എന്താണ്, കൂടുതൽ അൺലേബിൾഡ് ആയിട്ടുള്ള ഇമേജസും കൊടുക്കുന്നു. സോ ആ ലേബിൾഡ് ഇമേജസിനെ വെച്ചുകൊണ്ട് ഈ അൺലേബിൾഡ് ഇമേജസിനെല്ലാം ക്ലാസിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് അനാലിസിസ് നടത്താനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ആയിരുന്നു അൺസൂപ്പർവൈസ്ഡ്. അൺസൂപ്പർവൈസ്ഡിനകത്ത് നമ്മൾ എന്താണ്, അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കസ്റ്റമർ സെഗ്മെന്റേഷൻ ഓഫ് എ ഷോപ്പ്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ്, ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്താണ് പല രീതിയിലുള്ള ആളുകൾ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഷോപ്പിംഗ് നടത്തുന്നുണ്ട്. അപ്പൊ സോ ഒരാൾ ഷോപ്പ് ചെയ്ത് കാറ്റഗറി വെച്ചുകൊണ്ട് അയാൾ ഏത് ഏജിലുള്ള ആളാണ്, അല്ലെങ്കിൽ അയാൾ ഏത് ഇൻകത്തിലെ റേഞ്ചിൽ നിൽക്കുന്ന ആളാണ്. സോ അങ്ങനെ ഒരു നമുക്ക് ഏത് രീതിയിലാണോ ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടത് അവിടെ നമ്മൾ ലേബലിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ഒരു എമൗണ്ട് ഓഫ് ലൈക്ക് എന്താണ്, നമ്മുടെ ഷോപ്പിൽ വന്ന് അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്ന് പർച്ചേസ് ചെയ്ത ആളുകളുടെ ആ ഒരു പർച്ചേസിങ് ഹിസ്റ്ററി മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിനെ ലേൺ ചെയ്ത് ഒരു പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിന്റെ കേസിലാണെങ്കിൽ അതെ, ഒരു പാറ്റേൺസിനെ റെക്കഗ്നൈസ് ചെയ്ത് ആ മെഡിക്കൽ സ്റ്റോറിൽ എങ്ങനെയുള്ള ടൈപ്പിലുള്ള ലൈക്ക് എന്താണ് സെല്ലിംഗ് ആണ് നടക്കുന്നത്, അപ്പൊ അത് ഏത് കാറ്റഗറിയാണ്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ്, അല്ലെങ്കിൽ ഏത് രോഗികളാണ്, അങ്ങനെ ഒരു അനാലിസിസ് ഇറ്റ്സെൽഫ്, ആ മെഷീൻ ഇറ്റ്സെൽഫ് ലേൺ ചെയ്യുന്ന പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുന്നതിനാണ് അൺസൂപ്പർവൈസ്ഡ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ 3 കാറ്റഗറി പറഞ്ഞു. ഇനി 4th വൺ ആണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലേബലിംഗോ അല്ലെങ്കിൽ ഈ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവിടെ ആക്ച്വലി എന്താണ്, റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് സ്കീമാണ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് സിമിലർലി ആണ് ഈ മെഷീൻ ലേണിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു ലേണിംഗ് നടക്കുന്നത്. ഇവിടെ എന്താണ്, നമ്മളൊരു
ചെസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഒരു AI കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ചെസ്സിനെ കുറിച്ചുള്ള ഒരു റൂൾസും നമുക്ക് അറിയില്ല എന്ന് വെച്ചോ. നമ്മൾ ആക്ച്വലി നമ്മൾ കുറെ റൂൾസ് പഠിച്ചു വെക്കും. എലഫന്റ് ഇങ്ങനെ മൂവ് ചെയ്യാവുള്ളൂ, ഹോഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യാവുള്ളൂ. ആക്ച്വലി ആ ഒരു കാണാതെ പഠിക്കുക അല്ലെങ്കിൽ ആ ഒരു മെമ്മറൈസിങ് അല്ല അവിടെ നടക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ നമ്മൾ ഇല്ലീഗലായിട്ട് മൂവ് ചെയ്യുന്നു. ലൈക്ക് ഫസ്റ്റ് ടൈം ഒരു ചെസ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഹോഴ്സിനെ എടുത്തിട്ട് ഒരു ഇല്ലീഗൽ മൂവ്മെന്റ്, അതിന് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ഒരു മൂവ്മെന്റ് നടത്തുമ്പോൾ എന്ത് ചെയ്യാണ്, ആ ഒരു AI, നമ്മളെ ചെസ് പഠിപ്പിക്കുന്ന ഒരു AI കണ്ടന്റ് ആണെങ്കിൽ ആ AI നമ്മളോട് പറയുന്നു അത് പണിഷ്മെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഫെയിലിയർ ആകുന്ന സിറ്റുവേഷൻ ആണ്. അത് അങ്ങനെയല്ല എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നു. സോ നമ്മൾ ആ ഒരു തെറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ മൂവ്മെന്റ് അങ്ങനെയല്ല, ഓക്കെ ഫൈൻ, ഹോഴ്സ് ഇങ്ങനെയും മൂവ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു സീക്കിങ്, അങ്ങനെയുള്ളൊരു അനലൈസിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ലേണിംഗ് ആണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് നടക്കുന്നത്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഡോഗിനെ ട്രീറ്റും അല്ലെങ്കിൽ പണിഷ്മെന്റും കൊടുത്തുകൊണ്ട് അതിനെ ട്രെയിൻ ചെയ്യിക്കുന്ന സെനാരിയോ. ഒരു ഡോഗ് എന്ന് പറഞ്ഞാൽ ഒരു ആനിമൽ ആണ്, അതിന് അത്രത്തോളം നമ്മൾ തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനോട് സിറ്റ് എന്ന് പറയുമ്പോൾ അത് സിറ്റ് ചെയ്ത് മനസ്സിലാക്കി അതിന് ആദ്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആക്ഷൻ കാണിക്കുന്നു, സിറ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് 2-3 തവണ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, സിറ്റ് എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ട്രീറ്റ് കൊടുത്ത് അതിനൊരു റിവാർഡ് കൊടുക്കുന്നു. ഇനി ഇൻ കേസ് അത് റോങ് ആയിട്ട് കാണിക്കുന്നെങ്കിലോ നമ്മളോട് ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കുന്ന രീതിക്ക്. അതുപോലെ തന്നെ ക്യാച്ച് അങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ റൺ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിനനുസരിച്ച് ആ ഒരു ഡോഗിനെ പ്രാക്ടീസ് ചെയ്തെടുക്കുന്നു. അത് ട്രീറ്റിലൂടെ അല്ലെങ്കിൽ റിവാർഡിലെയും പണിഷ്മെന്റിലൂടെയുള്ള ആ ഒരു ലേണിംഗ് സ്കീമിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അവിടെ ലേബൽസ് കാര്യങ്ങളൊന്നും ഇല്ല. സോ ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് നമുക്കുള്ളത്. ഇനി ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ തന്നെ നമുക്ക് എന്താണ് 2 രീതിയിൽ പറയാം. 2 ടൈപ്സ് ഓഫ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്. അതായത് 2 രീതിയിലുള്ള ലേബിൾഡ് ലേണിംഗ് പ്രോസസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് വൺ ആണ് റിഗ്രഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, അവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു കാറ്റഗറി ആയിരിക്കും. അതായത് ഒരു യെസ് ഓർ നോ കാറ്റഗറി അല്ലെങ്കിൽ കാറ്റ് ഓർ ഡോഗ്. സോ ഒരു ക്ലാസിഫൈ ചെയ്യുവാണ് അവിടെ, ആക്ച്വലി ക്ലാസിഫിക്കേഷൻ നടക്കുവാണ്, ആ ഒരു പ്രോസസ്സിംഗ് ആണ്. എന്നാൽ റിഗ്രഷനകത്ത് ആക്ച്വലി എന്തായിരിക്കും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്പർ ആയിരിക്കും. ഒരു ഹൗസിന്റെ പ്രൈസ് നമ്മൾ പ്രഡിക്ഷൻ നടത്തുന്നു, അല്ലെങ്കിൽ നാളത്തെ വെതർ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്നുള്ള പ്രഡിക്ഷൻ നടക്കുന്നു. ആ ടൈപ്പിലുള്ള ഒരു അനലൈസിങ് അല്ലെങ്കിൽ ഒരു ലേണിംഗ് ആണെങ്കിൽ അതിനാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. സോ ക്ലാസിഫിക്കേഷനും റിഗ്രഷനും ഒക്കെ സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ കീഴിൽ വരുന്നതാണ്. ദെൻ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ കീഴിൽ പറയുവാണെങ്കിൽ നമുക്ക് എന്താണ്, ക്ലസ്റ്ററിങ് എന്നൊക്കെ പറയാം. അത് ടൈപ്പ് ഓഫ് അല്ല, ബട്ട് അതിന്റെ കീഴിൽ വരുന്ന ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് അവിടെ നടക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ കസ്റ്റമർ സെഗ്മെന്റേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞത് എക്സാമ്പിൾ ആണ് ഫോർ ക്ലസ്റ്ററിംഗ്. ഓരോ ഗ്രൂപ്പ്സ് ആക്കി ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആക്കി മാറ്റാണ് പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. ഇനി സെമി സൂപ്പർവൈസ്ഡിനകത്ത് ഡിഫറെന്റ് ഇത് പറയാനില്ല, ബട്ട് നമുക്ക് എന്താണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു ലേണിംഗ് പ്രൊസീജിയറിനകത്ത് കുറച്ച് ടേംസ്, അതായത് ഒരു ഏജന്റ് എന്താണ്, എൻവിറോൺമെന്റ് എന്താണ്, ആക്ഷൻ എന്താണ്, റിവാർഡ് എന്താണ്, പോളിസി എന്താണ്, ആ ഒരു പർട്ടിക്കുലർ സ്കീം നമ്മൾ അറിഞ്ഞിരിക്കണം. സോ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ പറയുന്നത് ആക്ച്വലി റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഏജന്റ് ഡിസിഷൻ എടുക്കാൻ പഠിക്കുന്നു ബൈ ഇന്ററാക്ടിങ് വിത്ത് എൻവിറോൺമെന്റ്. ഒരു എൻവിറോൺമെന്റുമായിട്ട് ഒരു ഏജന്റ് ഡിസിഷൻ എടുക്കുന്നു, ലൈക്ക് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ ഒരു ഏജന്റ് ഡിസിഷൻ എടുക്കുന്ന പ്രോസസ്സിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അത് ഗുഡ് ആക്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ റിവാർഡ് റിസീവ് ചെയ്യുന്നു, എന്നാൽ ബാഡ് വൺസ് ആണെങ്കിൽ പെനാലിറ്റീസ് കിട്ടുന്നു. അതുപോലെ തന്നെ എന്താണ്, ആ പോളിസിനെ മാക്സിമം ഓവർ ടൈം ഓരോ സമയവും ചെയ്താണ് പ്രാക്ടീസിലൂടെയാണ് ബെറ്റർ ആയിട്ട് കൊണ്ടുവരുന്നത്. ഇനി റീഇൻഫോഴ്സ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കീ കമ്പോണൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഏജന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഏജന്റ് എന്ന് വെച്ചാൽ ദ ലേണർ ഓർ ഡിസിഷൻ മേക്കർ ആണ്. ആരാണോ ആ ഡിസിഷൻ എടുക്കുന്നത്, അതല്ലെങ്കിൽ ആരാണോ ആ പ്രോസസ്സിലൂടെ ലേണിംഗ് ചെയ്യുന്നത്, ആ ഒരു സ്കീമിനെയാണ് ഏജന്റ് എന്ന് പറയുന്നത്. ദെൻ എൻവിറോൺമെന്റ് എന്ന് വെച്ചാൽ ആ ഏജന്റ് ഇന്ററാക്ട് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഒരു ഗെയിം ആണോ അല്ലെങ്കിൽ ഒരു റോഡിലൂടെയുള്ള പ്രാക്ടീസ് ആണോ, സോ എന്ത് ടൈപ്പ് ഓഫ് എൻവിറോൺമെന്റുമായിട്ടാണ് ഒരു ഏജന്റ് ഇന്ററാക്ട് ചെയ്യുന്നത്, അതിലൂടെ കിട്ടുന്ന ഡിസിഷൻസിനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അവിടെ സ്റ്റേറ്റ് ഉണ്ട്. സ്റ്റേറ്റ് എന്ന് വെച്ചതാണ് കറണ്ട് സിറ്റുവേഷൻ. ഇപ്പൊ നമ്മൾ ലേണിംഗ് പ്രോസസ്സിൽ കറണ്ട് സിറ്റുവേഷൻ എന്താണോ അതിനാണ് സ്റ്റേറ്റ് വെച്ച് സൂചിപ്പിക്കുന്നത്. ആക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജന്റ് ചെയ്യുന്നതിനെയാണ് ആക്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ റിവാർഡ്, പോസിറ്റീവ് ആയിട്ടുള്ള റിവാർഡ് ആണെങ്കിൽ നമ്മൾ ട്രീറ്റ് കൊടുക്കുന്നു പറഞ്ഞു, അല്ലെങ്കിൽ റിവാർഡ് കൊടുക്കുന്നു പറഞ്ഞു, പോസിറ്റീവ് റിവാർഡ് കൊടുക്കുന്നു. ഇനി നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നു. സോ അവിടുത്തെ റിവാർഡും പണിഷ്മെന്റ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു ഫീഡ്ബാക്ക് ആണ്. ആ ലേൺ ചെയ്യുന്ന ഏജന്റ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിസിഷൻ മേക്കറിന്റെ ഫീഡ്ബാക്സ് എടുക്കുന്നതാണ് ആ റിവാർഡ് അല്ലെങ്കിൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജന്റ് എന്ത് ആക്ഷനിലൂടെ ഏത് സ്റ്റേറ്റിൽ എത്തി, അല്ലെങ്കിൽ എന്താണ് ആ ഒരു
മിഷൻ, ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കടന്നു പോകുന്ന മൾട്ടിപ്പിൾ കറണ്ട് സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു ഇതിനെയാണ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് കീ കമ്പോണൻസ് ആണ് ആക്ച്വലി. ഇനി നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ 2 ടോപ്പിക്സ്, അതായത് മെഷീൻ ലേണിംഗും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് പാരാഡിഗംസും, ഈ 2 ടോപ്പിക്സ് ആയിരുന്നു ഇപ്പൊ നമ്മൾ കഴിഞ്ഞത്. സോ അതിന്റെ കമ്പാരിസൺ പോലെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് പാരാമീറ്റർ എസ്റ്റിമേഷൻ എന്ന് പറയുന്നതാണ്. ഒരു മിനിറ്റ്. പാരാമീറ്റർ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു മെഷീൻ ലേണിംഗ് മോഡൽസ്, ആ മെഷീൻ ലേണിംഗ് മോഡൽസിനകത്ത് എന്ത് ടൈപ്പ് ഓഫ് ഇൻപുട്ട് അല്ലെങ്കിൽ ഏത് പാരാമീറ്റർ ഏത് ലൈക്ക് എന്ത് ഇതിൽ കൊടുത്താലാണ് ആ ഒരു മെഷീൻ ലേണിംഗ് നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ്. നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്, കുറെ ഡേറ്റാ സെറ്റുകൾ ഉണ്ടാകും. ആ ഡേറ്റാ സെറ്റുകൾ എന്ത് ചെയ്യുന്നു, ആ മെഷീൻ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഇൻപുട്സ്, ലേബിൾഡ് ആയിട്ടുള്ളതും ലേബിൾഡ് അല്ലാത്തതും അൺസൂപ്പർവൈസ്ഡ്, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന രീതിയിലുള്ള ലേണിംഗ് ടീച്ചിങ് പ്രോസസ്സാണ് നമ്മളോട് നടത്തുന്നത്. ആ ലേണിംഗിലൂടെ ഈ മെഷീൻ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ മെഷീൻ മോഡൽ എന്ന് വെച്ചാൽ എന്താണ്, ആക്ച്വലി ഒരു പ്രോഗ്രാമാണ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു, റിയലൈസ് ചെയ്യുന്നു. ഈ കൊടുത്തിരിക്കുന്ന ഡേറ്റാ സെറ്റിനെ അനലൈസിസ് നടത്തുമ്പോൾ ഒരു പാറ്റേൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റീസ്, ആക്ച്വലി പാറ്റേൺസ് തന്നെയാണ് പറയുന്നത്, പാറ്റേൺസിനെ ഫൈൻഡ് ചെയ്യുന്നു. ഈ പാറ്റേൺസിനെ ഫൈൻഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഇതുകൊണ്ടാണ് ഇന്ന റിസൾട്ട് ഉണ്ടാകുന്നത്. സോ ആ ഒരു പാറ്റേൺ റെക്കഗ്നീഷൻ ആണ് അവിടെ നടക്കുന്നത്. ആ ഡേറ്റാ സെറ്റിനെ അനാലൈസ് ചെയ്ത് പാറ്റേൺ റെക്കഗ്നീഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്ന പാറ്റേൺസ് യൂസ് ചെയ്തുകൊണ്ട് മെഷീൻസ് ഇറ്റ്സെൽഫ് എന്ത് ചെയ്യുവാണ്, പ്രെഡിക്ഷൻ നടത്തുകയാണ്. സോ കുറച്ച് ഡേറ്റാസ് ഉണ്ടാകും. ആ ഡേറ്റാസിൽ എന്ത് ചെയ്യുന്നു, അനാലിസിസ് നടത്തുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ ഇവാലുവേഷൻ നടത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറച്ച് പാറ്റേൺസ് കണ്ടെത്തുന്നു. ആ പാറ്റേൺസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ റെക്കഗ്നേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷീൻ ലേണിംഗ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ മോഡൽസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത നെക്സ്റ്റ് ഇൻപുട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള പ്രഡിക്ഷൻ നടത്തുന്നു. അതാണ് ആക്ച്വലി ഒരു മെഷീൻ ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗിൽ നമ്മൾ ഒരിക്കലും പ്രോഗ്രാം റൈറ്റ് ചെയ്യുകയല്ല, മെഷീൻ ഇറ്റ്സെൽഫ് ലേൺ ചെയ്യണം. അതുകൊണ്ടാണ് മെഷീൻ ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. മെഷീൻ ഇറ്റ്സെൽഫ് ലേൺ ചെയ്യുന്നത് ഒരു പാറ്റേൺ റെക്കഗ്നീഷനിലൂടെയാണ്. നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി കൊടുക്കുന്ന ഡേറ്റാ സെറ്റ്, ട്രെയിനിങ് ഡേറ്റാ സെറ്റിൽ ട്രെയിനിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഒരു പാറ്റേൺ റെക്കഗ്നീഷൻ കണ്ടെത്തുന്നു. ആ പാറ്റേൺ റെക്കഗ്നീഷനിലൂടെ ഒരു മെഷീൻ ലേണിംഗ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇനി നമുക്കൊരു ഇൻപുട്ട് ഇങ്ങനെ വന്നാൽ എങ്ങനെയായിരിക്കും ആ മെഷീൻ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു മോഡൽ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പ്രഡിക്ഷൻ വരിക, ആ രീതിയിലുള്ള പ്രഡിക്ഷൻ ആണ് നമുക്ക് ആക്ച്വലി മെഷീൻ ലേണിംഗ് മോഡൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മൾ കുറേ കുറെ വീടുകളുടെ പ്രൈസസ് കൊടുക്കുകയാണ്. സോ ആ പ്രൈസസിന് നമ്മൾ ഡേറ്റാ സെറ്റ് കൊടുക്കുകയാണ്. ആ ഡേറ്റാ സെറ്റിൽ ആക്ച്വലി വരുന്നത് എന്തൊക്കെയാണ്, ഒരു ഹൗസിന്റെ പ്രൈസ് ആണ്. ആ പ്രൈസിനെ മാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ അവിടെ കുറെ ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് വെക്കുക. ഈ ഹൗസ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ ആ ഒരു ടൗൺ ഏരിയ ആണോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ റൂറൽ ആയിട്ടുള്ള ഏരിയ ആണോ, അതല്ലെങ്കിൽ വെള്ളത്തിന്റെ അവൈലബിലിറ്റി, അതല്ലെങ്കിൽ അതിനൊക്കെ എന്താണ്, നമ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ഒരു ക്യാരക്ടർ ഇതല്ല, നമ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ പ്രഡിക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആ നമ്പേഴ്സ് വെച്ചുകൊണ്ട്, ആ ആട്രിബ്യൂട്ട്സിന്റെ ഓരോ നമ്പേഴ്സ് വെച്ചുകൊണ്ട് ഇവിടെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് ആ ഹൗസിന്റെ പ്രൈസ് ആണ്. ആ ഹൗസിന്റെ പ്രൈസിനെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഹൗസിന്റെ പ്രൈസ് ആക്ച്വലി എന്താണോ അങ്ങനെയുള്ള കുറെ ഡേറ്റാ സെറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നു. ആ ഡേറ്റാ സെറ്റിനെ അനലൈസ് ചെയ്ത് ഒരു പാറ്റേൺ കണ്ടെത്തുന്നു ഈ മെഷീൻ ഇറ്റ്സെൽഫ്. ആ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ന ഏരിയയിലുള്ള ഇതാണെങ്കിൽ, ഇന്ന ഏരിയ എന്ന് പറയുന്ന ഏരിയക്ക് ഇന്ന നമ്പറാണ് വന്നിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അവൈലബിലിറ്റിക്ക് ഇന്ന റേഞ്ച് ആണ് വന്നിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്
വാഹന സൗകര്യത്തിന് ഇന്ന റേഞ്ചാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രൈസ് എന്തായിരിക്കും, അങ്ങനെ വരുന്ന ഒരു ഹൗസിന്റെ ഏരിയ, സ്ക്വയർ ഫീറ്റ് ഏരിയ, അങ്ങനെ ഒത്തിരി കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒത്തിരി പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു പ്രഡിക്ഷൻ നടക്കുന്നത്. സോ ഈ പാരാമീറ്റേഴ്സിനെ എല്ലാം എത്രത്തോളം ആക്യുറേറ്റ് കൊടുത്താലാണ് നല്ല രീതിയിലുള്ള ഒരു പ്രഡിക്ഷൻ കിട്ടുക. ഒരു ഹൗസിന്റെ പ്രഡിക്ഷൻ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഡേറ്റാ സെറ്റിലൂടെ അനലൈസ് ചെയ്ത് കിട്ടുന്ന പാറ്റേൺസിൽ ഏത് രീതിയിലുള്ള ഇൻപുട്ട് കൊടുത്താലാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള, നമുക്ക് തെറ്റൊന്നും ഇല്ലാതെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ കിട്ടുന്നത്, ആ ഒരു ഇൻപുട്ടിനെ കണ്ടെത്തുന്നതാണ് പാരാമീറ്റർ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഹൗസിന്റെ വാല്യൂ ആണ് പ്രഡിക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ, അതായത് എനിക്കൊരു 30 lakhs അറൗണ്ട് ഉള്ള ഒരു ഹൗസ് വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യണം. ആ ഹൗസ് വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെയുള്ള 30 lakhs എന്ന് പറയുമ്പോൾ എന്റെ ബഡ്ജറ്റ് അതാണെങ്കിൽ ആ ബഡ്ജറ്റിലുള്ളത് കിട്ടണമെങ്കിൽ ഞാൻ ഏത് രീതിയിലുള്ള പാരാമീറ്റേഴ്സ് ആയിരിക്കണം, ഏത് രീതിയിലുള്ള പാരാമീറ്റേഴ്സ് കൊടുത്താലാണ് ആ ഒരു 30 lakhs നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരു അനാലിസിസ്, അങ്ങനെയുള്ള ഒരു ഫൈൻഡിങ് ആണ് ആക്ച്വലി പാരാമീറ്റർ എസ്റ്റിമേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. പാരാമീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മെഷീനിലെ നോബ് എന്നാണ്. ആ നോബ് നമ്മൾ എന്ത് വാല്യൂസ് കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും മെഷീൻ ബിഹേവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഹലോ ഹലോ മിസ് ലെഫ്റ്റ് ആയി പോയി തോന്നുന്നു. വെയിറ്റ് ചെയ്യാം. അല്ല മിസ് അറിഞ്ഞിട്ടുണ്ടോ? Am I audible? ഓക്കെ ഫൈൻ. നെറ്റ് പോയതായിരുന്നേ. ഓക്കെ, ഓക്കെ, നമ്മളിപ്പോ പാരാമീറ്റേഴ്സ് എന്താണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പാരാമീറ്റർ എസ്റ്റിമേഷൻ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്സ്. പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഒരു മെഷീൻ ലേണിംഗില് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് മോഡൽസില് പ്രഡിക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗ് മോഡലില് പ്രഡിക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ പറയുവാണ്, y = mx + c എന്നുള്ളതാണ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷന് ഡിസൈഡ് ചെയ്യുന്നത് അതിലെ m എന്ന് പറയുന്ന സ്ലോപ്പും c എന്ന് പറയുന്ന ഇന്റർസെപ്റ്റും ആണ്. അത് രണ്ടും എന്താണ്, അതിലെ പാരാമീറ്റേഴ്സ് ആണ്. സോ ആ ഒരു ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ആ ഒരു പാരാമീറ്റേഴ്സിനെ അതിനനുസരിച്ചായിരിക്കും അതിലെ പ്രഡിക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ അതിലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെയാണ് പാരാമീറ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ മെഷീൻ ലേണിംഗ് മോഡൽസിനും പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ പാരാമീറ്റേഴ്സിന്റെ ഇൻപുട്ട് എങ്ങനെ കണ്ടെത്താം, അല്ലെങ്കിൽ ഈ പാരാമീറ്റർ എസ്റ്റിമേഷൻ, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് ബെസ്റ്റ് നമ്പേഴ്സ്, ഒരു നല്ല മെഷീൻ ലേണിംഗ് മോഡലിലെ പ്രഡിക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ബെസ്റ്റ് നമ്പേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്നത്.
ഇവിടെ നമ്മൾ പറഞ്ഞതായിരുന്നു ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മെഷീനിലെ നോബ് പോലെയാണ്. ആ നോബ് നമ്മൾ ടേൺ ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു മെഷീൻ ഡിഫറെന്റ്ലി ബിഹേവ് ചെയ്യുന്നു. സോ അവിടെയാണ് എന്ത് ഏതൊരു നോബിന്റെ ഏത് പൊസിഷനാണ് നന്നായിട്ട് ഇരുന്നാൽ മാത്രമാണ് ആ ഒരു മെഷീൻ നല്ലതുപോലെ പെർഫോം ചെയ്യുക. ആ ഒരു ഫൈൻഡിങ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ എന്താണ് ആ ഒരു പർട്ടിക്കുലർ നമ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് മെഷീൻ ലേണിംഗിൽ പ്രഡിക്ഷൻ നടക്കുന്നത് എങ്കിൽ ആ പ്രഡിക്ഷനെ ഡിസൈഡ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. പാരാമീറ്റേഴ്സിനെ നമ്മൾ തീറ്റ എന്നുള്ള ടേം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു കോയിന് നമ്മൾ ഫ്ലിപ്പ് ചെയ്യാണ്. ആ കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്, അതാണ് അവിടുത്തെ എന്ത് പാരാമീറ്റർ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ആ ഒരു പാരാമീറ്റർ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പാരാമീറ്റർ ഫൈൻഡിങ്സ് ഒക്കെ നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ടേംസ്, ഫോർ എക്സാമ്പിൾ തീറ്റ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഡി തീറ്റ ഗിവൺ എക്സ് എന്താണ്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് തീറ്റ ഗിവൺ എക്സ് എന്താണ്, അങ്ങനെ രീതിയിലുള്ള കുറച്ച് ടേംസ് ഉണ്ട്. അത് ടെക്സ്റ്റിലുള്ളത് പോലെ ഒരു മിനിറ്റ്. ഈ ടെക്സ്റ്റ് ഓറിയന്റ് ചെയ്ത് നമുക്ക് പോകാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യും. മറ്റേ എൻ്റെ സ്ലൈഡിൽ ഇച്ചിരി ബുദ്ധിമുട്ട്. ഓക്കെ, പാരാമീറ്റർ എസ്റ്റിമേഷനകത്ത് നമ്മൾ ആദ്യം പറയുന്നത് പാരാമീറ്റർ എസ്റ്റിമേഷന്റെ ആ ഒരു കാൽക്കുലേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ തിയറം എന്ന് പറയുന്നത് ബയസ് തിയറം ആണ്. ബയസ് തിയറം എന്നൊന്നുമില്ല, നമുക്ക് പ്രഡിക്ഷൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഒരു കുറച്ച് ടേംസ് നിങ്ങൾ പ്രോബബിലിറ്റിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കുറച്ച് ടേംസ് ആണ് അത് ഞാൻ റിവൈസ് ചെയ്ത് തരാം. ലൈക്ക് എല്ലാ പാരാമീറ്റർ എസ്റ്റിമേഷൻ മെത്തേഡ്സും ബേസിക്കലി കംസ് ഫ്രോം ബയസ് തിയറം എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ബയസ് തിയറം വായിക്കുന്നത് ഇങ്ങനെയാണ്: പ്രോബബിലിറ്റി ഓഫ് തീറ്റ ഗിവൺ എക്സ്, ആ ഒരു ബാർ പോലെ ഇട്ടിരിക്കുന്നത് നമ്മൾ വായിക്കുന്നത് തീറ്റ ഗിവൺ എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ തീറ്റ ഡോട്ട് പ്രോബബിലിറ്റി ഓഫ് തീറ്റ ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ്. സോ തീറ്റ എന്ന് പറഞ്ഞാൽ ദ പാരാമീറ്റർ വി വാണ്ട് ടു ഫൈൻഡ്, നമുക്ക് കണ്ടെത്തേണ്ട പാരാമീറ്റേഴ്സിനെയാണ്. പാരാമീറ്റർ എസ്റ്റിമേഷൻ ആണ് നമ്മുടെ ഹെഡിങ്. ആ കണ്ടെത്തേണ്ട പാരാമീറ്റർ അല്ലെങ്കിൽ ആ കണ്ടെത്തേണ്ട ആ ഒരു പാരാമീറ്റർ നമ്പറിനെയാണ് തീറ്റ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡേറ്റ വി ഹാവ് ഒബ്സർവ്ഡ്, നമ്മൾ ആ ഒരു തീറ്റ എന്ന് പറയുന്ന പാരാമീറ്റർ കണ്ടെത്താൻ വേണ്ടി നമ്മൾ അനലൈസ് നടത്തുന്ന ഡേറ്റാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ് എന്ന് പറയുന്ന കണ്ടന്റോട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് തീറ്റ ഗിവൺ എക്സ്, അതായത് ഈ ഇക്വേഷനിലെ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് തീറ്റ ഗിവൺ എക്സ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിക്കുലർ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, പോസ്റ്റീരിയർ എന്ന് പറയും. അതായത് ഇപ്പൊ ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒരു രോഗി വന്നിരിക്കുകയാണ്. ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒരു രോഗി വരുന്നു. ആ രോഗിക്ക് ഒരു ഫീവർ ആണ്, ലൈക്ക് ഒരു പനിയായിട്ടാണ് അയാൾ അവിടെ എത്തുന്നത്. ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുന്നത് പനിയൊക്കെ ആയിട്ടാണ്. സോ ആ ഡോക്ടർ എന്ത് ചെയ്യും, അയാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ പനി കാണുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. അയാളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇങ്ങനെയുള്ള പനിയുടെ ആ ഒരു സിംറ്റംസ് ഒക്കെ അനലൈസ് ചെയ്ത് അദ്ദേഹം പറയുവാണ് ഒരു വൈറൽ ഫീവർ ആവാനുള്ള ചാൻസേ ഉള്ളൂ. ഒരു വൈറൽ ഫീവർ, ജസ്റ്റ് ഒരു വൈറൽ ഫീവർ ആയിരിക്കും എന്നുള്ളൊരു കൺസിഡറേഷൻ, ഒരു ഒബ്സർവേഷനിലേക്ക് അദ്ദേഹം എത്തുന്നു. ആഫ്റ്റർ ദാറ്റ് അദ്ദേഹം എന്ത് പറയുന്നു, എന്നാലും ഇത്ര ദിവസം ആയില്ലേ, നമുക്കൊരു ബ്ലഡ് ടെസ്റ്റും കൂടെ നടത്തിയേക്കാം. ബ്ലഡ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ആ പേഷ്യന്റിനെ അയക്കുന്നു. സോ അവിടെ നടത്തുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് കുറച്ച് ഡേറ്റാസ് കിട്ടുന്നു. ആ ഡേറ്റാസിനെ അനലൈസ് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള ലൈക്ക് ആ ഒരു പേഷ്യന്റിനെ കൺസിഡർ ചെയ്യുന്നത് ഈ ഡോക്ടർ. സോ ആ ഡേറ്റാസിനെ അനലൈസ് ചെയ്ത് ആ ഡേറ്റാസിനകത്ത് റിസൾട്ട് വന്നപ്പോൾ അയാൾക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഡിഫറൻസ് ഉണ്ട്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് റേഞ്ച് നിൽക്കുന്നത്, അയാളുടെ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ടിന്റെ റേഞ്ച് നിൽക്കുന്നത് മോസ്റ്റ് പ്രോബബ്ലി അയാൾക്ക് ഡെങ്കി ഫീവർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകേണ്ട പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണ് നിൽക്കുന്നത്. സോ അയാൾ എന്ത് ചെയ്യുന്നു, ആഫ്റ്റർ ദാറ്റ് ഈ ഒരു പ്രയർ നോളജിൽ അയാൾ വൈറൽ ഫീവർ എന്ന് പറയുന്ന ഡോക്ടർ, ആഫ്റ്റർ ദാറ്റ് അദ്ദേഹം ആ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കാണുമ്പോൾ മോസ്റ്റ് ലൈക്ലി അതൊരു ഡെങ്കി ആവാനാണ് ചാൻസ് എന്ന് അനലൈസ് ചെയ്യുന്നു. ഈ രണ്ട് ഒബ്സർവേഷൻസും കൂടെ വായിക്കുമ്പോൾ, അതായത് ഇത്ര ഫീവർ ആയിരുന്നു, ഈ ഡെങ്കിയുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഫൈനൽ ഒബ്സർവേഷനിലേക്ക് എത്തുവാണ്, അല്ലെങ്കിൽ ഫൈനൽ ഇതിലേക്ക് എത്തുവാണ്, ഡെങ്കി ഫീവർ ആണ്, അയാൾക്ക് ഡെങ്കി ഫീവർ ആണെന്നുള്ള ഒരു ഒബ്സർവേഷനിലേക്ക് എത്തുന്നു. സോ ഇവിടെ നമുക്ക് ആദ്യമേ പറയുന്നത് ഒരു ഡോക്ടറെ അടുത്ത് എത്തിയ പേഷ്യന്റിന്റെ ഫീവറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും, ഡോക്ടറുടെ എക്സ്പീരിയൻസും വെച്ചുകൊണ്ട് ആണ് വൈറൽ ഫീവർ എന്നുള്ള ഒബ്സർവേഷനിലേക്ക് എത്തുന്നത്. അത് ആക്ച്വലി ഡോക്ടറുടെ പ്രയർ നോളജ് ആണ്. ഡോക്ടറിന് ജസ്റ്റ് ആ ഫീവർ കണ്ടപ്പോൾ തോന്നിയ ഒരു പ്രയർ നോളജിലൂടെയാണ് അദ്ദേഹം വൈറൽ ഫീവർ എന്നുള്ള കൺസിഡറേഷനിലേക്ക് എത്തുന്നത്.
ഇനി ആഫ്റ്റർ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഡേറ്റ അനലൈസ് ചെയ്യുന്നു. അവിടെ അനലൈസ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റ് ആണ്. ബ്ലഡിന്റെ ടെസ്റ്റ് നടത്തുന്നു. ബ്ലഡിലെ പലതരത്തിലുള്ള ഡേറ്റാസിനെ അനലൈസ് ചെയ്യുന്നു. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള ERS അങ്ങനെ ESR അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ ലേബലിന്റെ ഡേറ്റാസിനെ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അനാലിസിസ് നടത്തുന്നു. അവിടുത്തെ എക്സ് എന്ന് പറയുന്ന കമ്പോണന്റ്, അത് ഡേറ്റ വി ഹാവ് ഒബ്സർവ്ഡ് എന്ന് പറയുന്നത് ആ ലാബ് റിപ്പോർട്ടാണ്. ബ്ലഡ് ടെസ്റ്റ് നടത്തിയ ലാബ് റിപ്പോർട്ടാണ്. ആ ലാബ് റിപ്പോർട്ടില് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മോസ്റ്റ് ലൈക്ലി ഇതെന്താണ്, ഡെങ്കി ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നി. സോ ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കണ്ടതുകൊണ്ട്, ആ ഡേറ്റ ഒബ്സർവ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡെങ്കി ഫീവർ എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ എന്ന് പറയുന്നത് ലൈക്ലിഹുഡ് എന്ന് പറയുന്നത്. എത്രത്തോളം ആ ഒരു ഡേറ്റ ഇന്ന കാറ്റഗറിയിലേക്ക് ബിലോങ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈക്ലിഹുഡ്, അതിന്റെ ഒരു സാമാന്യത അല്ലെങ്കിൽ ചാൻസസ്, ആ ഒരു ടേം ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. ആ ഒബ്സർവ്ഡ് ഡേറ്റയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു നിഗമനം. ദെൻ ആഫ്റ്റർ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ ഡേറ്റയും അതുപോലെ തന്നെ പ്രയർ നോളജും എല്ലാം കൂടെ കൂടിയിട്ട് അദ്ദേഹം പറയുവാണ്, ഓക്കെ, ഇയാൾക്ക് ഡെങ്കി ഫീവർ ആണെന്ന് കൺഫേം ചെയ്യുന്നു. ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൊണ്ട് മാത്രമല്ല, പ്രയർ നോളജും ലൈക്ക് ആ ഒരു സിംറ്റംസും കൂടെ വിലയിരുത്തിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഡെങ്കി ഫീവർ ആണെന്ന് അനാലിസിസ് നടത്തുന്നത്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഫൈനലി ആ കൺഫർമേഷൻ കിട്ടുന്നു. അതാണ് പോസ്റ്റീരിയർ എന്ന് പറയുന്നത്. സോ ഇവിടെ പോസ്റ്റീരിയറിനെ സിംപ്ലി നമ്മൾ കാണിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് തീറ്റ ഗിവൺ എക്സ് എന്നാണ്. പ്രോബബിലിറ്റി ഓഫ് തീറ്റ ഗിവൺ എക്സ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് പോസ്റ്റീരിയർ. പോസ്റ്റീരിയർ എന്ന് വെച്ചാൽ എന്താണ്, ബിലീഫ് അബൌട്ട് തീറ്റ ആഫ്റ്റർ സീയിങ് ദ ഡേറ്റ. എല്ലാ ഡേറ്റാസും കണ്ടതിന് ശേഷം ആ ഡോക്ടർ അനലൈസ് ചെയ്ത് ഒബ്സർവേഷനിലൂടെ ലാസ്റ്റ് കണ്ടെത്തിയ ഫൈനൽ ഡിസിഷൻ ആണ് ആ പോസ്റ്റീരിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പോസ്റ്റീരിയർ കണ്ടെത്തിയത് എങ്ങനെയാണ്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ തീറ്റ. എക്സ് ഗിവൺ തീറ്റ എന്ന് പറഞ്ഞാൽ ആ ഒരു ലാബ് റിസൾട്ടിലൂടെ അല്ലെങ്കിൽ ഒബ്സർവ്ഡ് ഡേറ്റയിലെ റിസൾട്ടിലൂടെ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലൈക്ലിഹുഡ് ആണ്. ഹൗ പ്രോബബിൾ ദ ഡേറ്റ എക്സ് ഈസ്, ഡേറ്റ എക്സ് അല്ലെങ്കിൽ ആ ഒരു ലാബ് റിസൾട്ട് എത്രത്തോളം ലൈക്ലിഹുഡ് ആയിരുന്നു, ഏത് കാറ്റഗറിയിലുള്ള ഫീവർ ആണെന്ന് അനാലിസിസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡേറ്റ റെപ്രസെന്റേഷൻ, അതാണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ തീറ്റ എന്ന് പറയുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് തീറ്റ എന്ന് വെച്ചാൽ എന്താണ്, ആ ഡോക്ടർ ആദ്യമേ പറഞ്ഞു എന്താണ്, ഫീവർ ആണ്, ഇത്ര ദിവസമായിട്ടോ കണ്ടിന്യൂസ് ആയിട്ട്, ചിലപ്പോൾ വൈറൽ ഫീവർ ആയിരിക്കാം എന്നുള്ളൊരു ജസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസിലൂടെ അദ്ദേഹം നടത്തിയ നിഗമനത്തിനാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് തീറ്റ, ഒരു പ്രയർ നോളജ് എന്ന് പറയുന്നത്. സോ ഡേറ്റാസ് ഒന്നും കാണാതെ, ലാബ് റിപ്പോർട്ട്സോ കാര്യങ്ങളോ ഒന്നും കാണാതെ, ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഡിസിഷൻ എടുക്കുന്ന ആ ഒരു പ്രയർ നോളജ്, ആ ഒരു ഇതിനെയാണ് പ്രോബബിലിറ്റി ഓഫ് തീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എക്സ് എന്ന് പ്രോബിലിറ്റി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എവിഡൻസ് ആണ്. അതായത് നമ്മൾ ഡേറ്റ അനാലിസിസ് എന്തിന്റെ ബേസിസിലാണോ അനാലിസിസ് നടത്തിയത് അതിന്റെ എവിഡൻസ് ആണ്. സോ ഇതാണ് ബയസ് തിയറം പറയുന്നത്. പോസ്റ്റീരിയർ എന്ന് പറയുന്നത് ലൈക്ലിഹുഡിന്റെയും പ്രയറിന്റെയും മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ കോൺസ്റ്റന്റ് ആയ ഒരു എവിഡൻസ് ആയ ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും എന്നാണ് ബയസ് തിയറം പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫോർമുലയിൽ നിന്നാണ് നമ്മൾ ഇനി പാരാമീറ്റർ എസ്റ്റിമേഷന് വേണ്ടി ഉപയോഗിക്കുന്ന 2 ടൈപ്സ് ഉണ്ട്, മാക്സിമം ലൈക്ലിഹുഡും മാക്സിമം എ പോസ്റ്റീരിയോറി എന്ന് പറയുന്ന എസ്റ്റിമേഷനും. സോ ആ എസ്റ്റിമേഷനിലേക്ക് നമ്മൾ എത്തുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഫോർമുലയിൽ നിന്നാണ്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, ബട്ട് ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഒന്നുമില്ല, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പ്രോബബിലിറ്റി ഓഫ് തീറ്റ ഗിവൺ എക്സ്, അതായത് പോസ്റ്റീരിയർ എന്ന് പറയുന്നത് ലൈക്ലിഹുഡിന്റെയും പ്രയറിന്റെയും മൾട്ടിപ്ലൈ ചെയ്തതിന്റെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ആണ്. അതിനെ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് അഥവാ എവിഡൻസ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ തീറ്റ എന്ന് പറയുന്നത് ലൈക്ലിഹുഡ് ആണ്. ഈ ഒരു എക്സാമ്പിൾ ഓർത്തിരുന്നാൽ മതി. ഒരു രോഗി വരുന്നു ഡോക്ടറെ കാണാൻ. ആ രോഗി എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. ആ ഡോക്ടർ രോഗിയെ കാണുമ്പോൾ ഫീവർ ഉണ്ട്, ത്രോട്ട്സ്, എന്തൊക്കെയാണ് സിംറ്റംസ് നോക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസിലൂടെ അദ്ദേഹം ഒരു അനാലിസിസ് നടത്തുന്നു. ആ വൈറൽ ഫീവർ എന്നുള്ളത്, ഇവിടെ വൈറൽ ഫീവർ എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് തീറ്റയാണ്, അഥവാ ഒരു പ്രയർ ഒബ്സർവേഷൻ ആണ്. ഈ പ്രയർ ഒബ്സർവേഷൻ വെച്ചുകൊണ്ടും ബട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, നമുക്കൊന്ന് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നമുക്കൊരു ലാബ് ടെസ്റ്റും കൂടി നടത്താമെന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നു. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിയതുകൊണ്ടായിരിക്കുമല്ലോ ലാബ് ടെസ്റ്റ് എന്ന് പറയുന്നത്, അതിന്റെ എക്സ്പീരിയൻസ് ഇല്ല. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ ലാബ് ടെസ്റ്റിന് പറയുന്നു, ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നു. ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നതിനാണ് അവിടുത്തെ ഡേറ്റ എന്ന് പറയുന്നത്. നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റ് ആണ് അല്ലെങ്കിൽ ലാബ് റിസൾട്ട് ആണ്. ആ ലാബ് റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് അതിനകത്ത് വന്നിരിക്കുന്നത്, ഇപ്പോൾ ഡെങ്കി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ആ ലാബ് റിസൾട്ടിലുള്ള പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന്റെ എണ്ണം അല്ലെങ്കിൽ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് മോസ്റ്റ് ലൈക്ലി ഡെങ്കി ഉള്ള ആളുകൾക്ക് വരുന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണ് അവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ലി പറയാൻ പറ്റും എന്താണ്, അയാൾക്ക് ഡെങ്കി ആണ്. സോ എന്ത് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ലൈക്ലിഹുഡ് അഥവാ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ തീറ്റ എന്ന് പറയുന്നത്. ദെൻ ഈ ലൈക്ലിഹുഡും പ്രയർ നോളജും കൂടെ വെച്ചുകൊണ്ട് ഡോക്ടർ ആഫ്റ്റർ എന്താണ് ഒരു അനാലിസിസ് കൺസൾട്ടിങ് ഒക്കെ നടത്തി കഴിയുമ്പോൾ ഡോക്ടർ പറയുവാണ്
അയാൾക്ക് ഡെങ്കി ആണെന്ന് കൺഫേം ചെയ്യുന്നു, ഡെങ്കി ഫീവർ ആണ് ഇയാൾക്ക്. ആ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ഡിസിഷനെയാണ് പോസ്റ്റീരിയർ എന്ന് വിളിക്കുന്നത്. പോസ്റ്റീരിയർ, അതാണ് പ്രോബബിലിറ്റി ഓഫ് തീറ്റ ഗിവൺ എക്സ്. ഇതിന്റെ ബയസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഫോർമുലയാണ് ഇത്. പ്രോബബിലിറ്റി ഓഫ് തീറ്റ ഗിവൺ എക്സ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ തീറ്റ ഡോട്ട് പ്രോബബിലിറ്റി ഓഫ് തീറ്റ ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ആയിരിക്കും. ഈ ഒരു ബേസ് തിയറി നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി ബേസ് തിയറത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ MLE, അത് വൺ ഓഫ് ദ മെത്തേഡ് ഫോർ ഫൈൻഡിങ് പാരാമീറ്റർ എസ്റ്റിമേഷൻ ആണ്. പാരാമീറ്റർ എസ്റ്റിമേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതൊരു ആക്ച്വലി ഒരു പ്രോബ്ലം ആണ്, ഒരു ചെറിയ പ്രോബ്ലം ആണ്, ഒത്തിരി ടാസ്ക് ഒന്നുമല്ല. അവിടെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് ആദ്യം തിയറി എന്താന്ന് പറഞ്ഞു പോവാം. പാരാമീറ്റർ എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീൻ ലേണിംഗ് മോഡൽസിന്റെ പ്രഡിക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. അപ്പൊ ആ നമ്പേഴ്സ് ബെസ്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യണം. കാരണം എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, കുളത്തിലേക്ക് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുളം, ആ കുളത്തിൽ ഒരു കല്ലെടുത്തെറിയുകയാണ്. ആ കല്ലെടുത്തെറിയുമ്പോൾ എന്താണ്, സർക്കിൾ ആയിട്ടുള്ള വേവ്സ് ജനറേറ്റ് ചെയ്യും അല്ലേ. സോ വലുതായി ആദ്യം കുഞ്ഞു വേവ്സ് ആയിരിക്കും, പിന്നെ പിന്നെ വലിയ വലിയ സർക്കിളായി ആ പോണ്ടിന്റെ ഒരു വലുപ്പത്തിൽ അത് എൻഡ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. സോ ഏത് പോയിന്റില്, ഒരു പോണ്ടില് ഏത് പോയിന്റിൽ എറിഞ്ഞാലാണ് ഈ മാക്സിമം സർക്കിള്, ലൈക്ക് ആ ഒരു വലിയ വലിപ്പത്തില്, നല്ലൊരു വലിപ്പത്തില് ഒരു 3-4 സർക്കിളിലൂടെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള വേവ്സ് ജനറേറ്റ് ചെയ്യുക. ആ ഒരു പോയിന്റ്, ആ ഒരു സ്റ്റോൺ നമ്മൾ ആ പോണ്ടിലേക്ക് എറിയുന്ന ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, ആ ഒരു പാരാമീറ്റർ എസ്റ്റിമേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു പാരാമീറ്റർ എസ്റ്റിമേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ മെത്തേഡാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്താണ്? മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ നോക്കാം. ഇവിടെ എന്താണ്, പാരാമീറ്റർ വാല്യൂ തീറ്റ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് ഒബ്സർവ്ഡ് ഡേറ്റയിലെ മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ഡേറ്റ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ പറയുവാണെങ്കിൽ ആ ഒരു ഡേറ്റയെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രയർ നോളജ് എന്നുള്ള കൺസെപ്റ്റ് അവിടെ അസ്യൂം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രയർ നോളജ് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മുടെ കൺമുന്നിൽ എന്താണോ ഒബ്സർവ്ഡ് ഡേറ്റയിൽ നമ്മൾ എന്താണോ കാണുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ആ ഒരു എസ്റ്റിമേഷനെയാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ബാഗ്, ആ ബാഗിൽ 10 മാർബിൾസ് ഇതുണ്ടായിരുന്നു. ആ 10 മാർബിൾസിനകത്ത് 7 എണ്ണം റെഡ് കളറിലുള്ളതും 3 എണ്ണം ബ്ലൂ കളറിലുള്ളതാണ് നമ്മൾ കണ്ടു, ഒബ്സർവ് ചെയ്തു. സോ ആഫ്റ്റർ ദാറ്റ് നമ്മളോട് ചോദിക്കുകയാണ്, നമ്മളൊരു മാർബിൾ എടുത്തു കഴിഞ്ഞാൽ അത് റെഡ് ആവാനുള്ള പോസിബിലിറ്റി എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് കോഴ്സ് എന്ത് പറയും, 10 മാർബിൾസ് ഉണ്ടെങ്കിൽ അതിൽ 7 എണ്ണം എന്താണ്, റെഡ് ആണ്, ബാക്കി 3 എണ്ണമേ ബ്ലൂ ഉള്ളൂ. സോ ഒരു റെഡ് ആവാനുള്ള പ്രോബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 7/10 മസ്റ്റ് ആയിട്ടും പറയും. 10ന് 7 എന്താണ്, റെഡ് ആണ്, അതുകൊണ്ട് തന്നെ 0.7 ചാൻസ് ഉണ്ട്. സോ ആ ഒരു ഗസ് നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്തതെന്ന് ബെസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കാരണം നമ്മൾ കണ്ടു ഒരു ബാഗില് 10 മാർബിൾസ് ഉണ്ട് നമ്മൾ കണ്ടെങ്കിൽ അതിൽ 3 എണ്ണം റെഡ് ആണ്, 3 എണ്ണം ബ്ലൂ ആണ്, 7 എണ്ണം റെഡ് ആണ് നമ്മൾ കണ്ടെങ്കിൽ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഒബ്സർവ് ചെയ്തതിൽ നിന്ന് നമ്മളൊരു മാർബിൾ എടുക്കുമ്പോൾ, നമ്മൾ ആ ബാഗിൽ നിന്ന് ഒരു മാർബിൾ എടുത്തു കഴിഞ്ഞാൽ അത് റെഡ് ആവാനുള്ള ചാൻസസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, ടോട്ടൽ 7 3 10 ഞാൻ കണ്ടതാണ്, അതിൽ 7 എണ്ണം റെഡ് ആയിരുന്നു. സോ അതിൽ റെഡ് ഞാൻ പിക്ക് ചെയ്യുന്നത് റെഡ് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 7/10 0.7 ആണ്. അത് ഒബ്സർവ്ഡ് ഡേറ്റയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു ബെസ്റ്റ് ഗസ് ആണ്. അതുപോലുള്ള ഒരു എസ്റ്റിമേഷൻ ആണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ ഡേറ്റ കണ്ടത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തത്, ആ ഒബ്സർവ്ഡ് ഡേറ്റിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് പ്രയർ നോളജോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല, ആ ഒബ്സർവ്ഡ് ഡേറ്റിനെ മാത്രം കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു തീറ്റയ്ക്ക് ഒരു വാല്യൂ ഫൈൻഡ് ചെയ്യുന്നു. അതാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ, MLE. മാക്സിമം ലൈക്ലിഹുഡ് ആണ്, അവിടെ ലൈക്ലിഹുഡ് ആണ്. അതായത് നമ്മൾ കാണുന്ന ഡേറ്റയിൽ, ഒബ്സർവ്ഡ് ഡേറ്റയിൽ നമുക്ക് എത്രത്തോളം ഫീൽ ചെയ്തു ഇത് ഓർത്താൽ മതി. ഒരു ബാഗിൽ 10 ബോൾസ് ഉണ്ടായിരുന്നു, ആ ബോൾസിൽ 3 എണ്ണം റെഡ് ആയിരുന്നു, 7 എണ്ണം ബ്ലൂ ആയിരുന്നു. റെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി എത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, 3/10. 10 എണ്ണം ഉണ്ട്, അതിൽ 3 എണ്ണം റെഡ് ഞാൻ കണ്ടതാണ്. സോ 0.3 ചാൻസേ ഉള്ളൂ അതിൽ റെഡ് ആവാനുള്ള ചാൻസ്. ആ ഒരു കൺസിഡറേഷൻ ആണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ നമ്മൾ പറയുന്നത്. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് X1 മുതൽ Xn വരെയുള്ള ഡേറ്റാസ് ഉണ്ട് എങ്കിൽ
ആ xi എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിപെൻഡന്റ്ലി ആ ഡിസ്ട്രിബ്യൂഷനിൽ എടുക്കുന്ന xi എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ തീറ്റയാണ് നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നത് ക്യാപിറ്റൽ എൽ ഓഫ് തീറ്റ എന്നാണ്. തീറ്റ നമ്മൾ കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ ആണ്. ക്യാപിറ്റൽ ലെറ്റർ എൽ ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ ഫംഗ്ഷനെ സൂചിപ്പിക്കുന്ന ഒരു ലെറ്റർ ആണ്. ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ തീറ്റയാണ്. എക്സ് ഗിവൺ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മുതൽ n വരെയുള്ള ഇതുണ്ടെങ്കിൽ ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാത്തിന്റെയും മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ എല്ലാത്തിന്റെയും പ്രൊഡക്റ്റ് ആണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ചെറിയ എന്താ ഇപ്പൊ 0.7 0.3 അങ്ങനെയുള്ളൊരു ലോജിക് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ലോഗരിതം ചെയ്യുന്നു. ലോഗരിതം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നു. സോ നമ്മൾ ലോഗ് ലൈക്ലിഹുഡ് അല്ലെങ്കിൽ ML എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എൽ ഓഫ് തീറ്റ വെച്ചാണ് കാണിക്കുന്നത്. അതിന്റെ ലോഗരിതം ചെയ്യുന്നു. ലോഗരിതം ചെയ്യുമ്പോൾ എന്താണ് അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നുവെങ്കിൽ ലോഗരിതം ചെയ്യുന്ന സമയത്ത് അത് എന്തായി മാറുന്നു പ്ലസ് ആയി മാറുന്നു. കാരണം ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നാണ് മീനിങ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ 1 to n ഉണ്ടായിരുന്ന അതായത് ഒബ്സർവേഷൻസിന്റെ ലോഗരിതം എടുക്കുന്ന സമയത്ത് ഓരോ ലോഗരിതം എന്ത് ചെയ്താൽ മതി ആഡീഷൻ ആണ് അവിടെ നടക്കുന്നത്. ലോഗരിതം എടുക്കുന്ന സമയത്ത് എന്തിനാണ് ലോഗരിതം എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മുടെ ആക്ച്വലി ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് തീറ്റ ഗിവൺ തീറ്റ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഈ ഒരു സിമ്പിൾ ഉപയോഗിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ പ്രൊഡക്റ്റ് ആകുമ്പോൾ തന്നെ എന്താണ് സ്മോൾ നമ്പേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു അണ്ടർഫ്ലോ അവിടെ ഒക്കർ ചെയ്യും. സോ ആ കമ്പ്യൂട്ടർ എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇത് ലോഗരിതം എടുക്കുന്നത്. ലോഗരിതം എടുക്കുമ്പോൾ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നു ഫംഗ്ഷൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം വാല്യൂസ് നമ്മൾ കാണുന്നത് മാക്സിമം വാല്യൂസ് ആണല്ലോ ഓക്കെ പാരാമീറ്റർ ആണല്ലോ. സോ അവിടെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോഗരിതം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ തീറ്റ MLE എന്നാണ് സൂചിപ്പിക്കുന്നത്. തീറ്റ എന്ന് പറഞ്ഞാൽ പാരാമീറ്റർ വാല്യൂ ആണ്. ആർഗ് മാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീറ്റ മാക്സിമം ആകുന്ന ആ ഫംഗ്ഷൻ ബിഗ്ഗസ്റ്റ് ആവുന്നത് ഏത് തീറ്റ വാല്യൂ കൊടുത്താലാണ്. അതിനാണ് ആർഗ്യുമെന്റ് മാക്സിമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൽ തീറ്റ എന്ന് പറയുന്നത് സം ഓഫ് i = 1 to n ലോഗ് പ്രോബബിലിറ്റി ഓഫ് xi ഗിവൺ തീറ്റയാണ്. അതായത് സം ആണ് എടുക്കേണ്ടത്, ലോഗരിതമിക് സം ആണ് എടുക്കേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത് നമ്മളൊരു കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്നു 10 times. നമ്മളൊരു കോയിൻ 10 times ഫ്ലിപ്പ് ചെയ്യുന്നു. അങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് 7 ഹെഡ് വരുന്നു, 7 തവണ ഹെഡ്സ് വരുന്നു, ഹെഡാണ് വരുന്നത്. 3 തവണ ടെയിൽസ് വരുന്നു. അപ്പൊ മൊത്തം 10 ആയി. 10 തവണ നമ്മൾ കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് 7 ഹെഡ് വരുന്നു, 3 ടെയിൽ വരുന്നു. സോ MLE എസ്റ്റിമേറ്റ് ഓഫ് തീറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തീറ്റ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ബീയിങ് ഹെഡ് ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം പ്രോബബിലിറ്റി ഓഫ് ബീയിങ് ഹെഡ് ആ നമ്മൾ കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ ഏത് മെത്തേഡ് ഉപയോഗിക്കണം നോക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതൊരു ബെർണോളിയാണ്. അതായത് ബെർണോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ആ കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഒരു ലൈക്ക് യെസ് ഓർ നോ ആൻസർ എവിടെ ഉണ്ടാവുള്ളൂ, 2 ഒബ്സർവേഷൻസ് എവിടെ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ ഒരു ഹെഡ് വരും അല്ലെങ്കിൽ ഒരു ടെയിൽ വരും. ആ രണ്ടേ രണ്ട് ബെർണോളി എന്താണ് നമ്മൾ പറഞ്ഞത്, ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 പോസിബിലിറ്റീസ് അല്ലെങ്കിൽ 2 ഒബ്സർവേഷൻസ് എവിടെ ഉള്ളൂ. ഒന്നുകിൽ ഹെഡ് ആയിരിക്കും അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും. അതുപോലെ നമുക്കൊരു സക്സസ് അല്ലെങ്കിൽ ഒരു ഫെയിലിയർ, ആ 2 ഒബ്സർവേഷൻസ് കിട്ടുന്ന രീതിയിലുള്ള ട്രയൽസിനെയാണ് ബെർണോളി ട്രയൽസ് എന്ന് പറയുന്നത്. സോ ബെർണോളി ട്രയൽസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതാൻ പറ്റുള്ളൂ. സോ ഇവിടെ എന്താണ് ലൈക്ലിഹുഡ്, കാരണം എന്താണ് ഇവിടെ നമ്മൾ തീറ്റ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ബീയിങ് ഹെഡ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ ആ തീറ്റയുടെ ലൈക്ക് ആ ഹെഡ് ആകാനുള്ള ചാൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രോബബിലിറ്റിയിൽ നിന്ന് മൈനസ് അല്ലെങ്കിൽ 1-ൽ നിന്ന് മൈനസ് ചെയ്യുന്നതായിരിക്കും അതിന്റെ നെഗറ്റീവ് ആവാനുള്ള ചാൻസസ്. അതായത് പ്രോബബിലിറ്റി ഓഫ് ബീയിങ് ഹെഡ് എന്ന് പറയുന്നത് തീറ്റയാണ് എങ്കിൽ ടെയിൽ ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1 - തീറ്റ ആയിരിക്കും. കാരണം അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, 1 കിട്ടണം. എത്രത്തോളം ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ടോ അത് 1-ൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ എന്താണ് 10 ഒബ്സർവേഷൻസ് നടത്തിയപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 7 ഹെഡ് ആയിരുന്നു, 3 ടെയിൽ ആയിരുന്നു. ആ ഒരു രീതിയിലുള്ള ഒബ്സർവേഷനെ നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നത് എൽ ഓഫ് തീറ്റ എന്ന് പറയുന്നത് തീറ്റ
മൾട്ടിപ്ലൈഡ് ബൈ 7 ടൈംസ്, അതായത് തീറ്റ റൈസ് ടു 7 ഡോട്ട് 1 മൈനസ് തീറ്റ റൈസ് ടു 3. ഇതാണ് നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻസ് 1 to n ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ 1 to 10 ഒബ്സർവേഷൻ ആണ് നമുക്കുള്ളത്. ആ 1 to 10 ഒബ്സർവേഷൻസിൽ എത്ര തവണ ഹെഡ്സ് വന്നു നോക്കുക, അത്രയും തവണ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്ര തവണ ടെയിൽസ് വന്നു നോക്കുക, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 7 ടൈംസ് എന്താണ് തീറ്റ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് തീറ്റ റൈസ് ടു 7 ആണ്. അതുപോലെ തന്നെ 1 മൈനസ് തീറ്റ എന്നുള്ള കൺസെപ്റ്റ് അതൊരു ബെർണോളി ട്രയൽ ആയതുകൊണ്ട്, ബെർണോളി ട്രയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നുകിൽ ഒരു സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ, അതല്ലെങ്കിൽ 2 ഒബ്സർവേഷൻസ്, അതിനാണ് ബെർണോളി എന്ന് പറയുന്നത്. ആ ബെർണോളി കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് പ്രോബബിലിറ്റി ഓഫ് ബീയിങ് ഹെഡ് തീറ്റ എന്ന് പറഞ്ഞു. സോ പ്രോബബിലിറ്റി ഓഫ് ബീയിങ് ടെയിൽ എന്ന് പറയുന്നത് 1 മൈനസ് തീറ്റ ആയിരിക്കും. ആ ഒരു ടേമിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ MLE ആണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങളോട് ഒരു പ്രോബബിലിറ്റി ഓഫ് ബീയിങ് സംതിങ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ പ്രോബബിലിറ്റി ഓഫ് ബീയിങ് സംതിങ് ആണ് നമ്മൾ തീറ്റ ആയിട്ട് എടുക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി പ്രോബബിലിറ്റി ഓഫ് മറ്റെന്തായിരിക്കും 1 മൈനസ് തീറ്റ ആയിരിക്കും. ഇനി അവിടെ എത്ര ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിന്റെ റൈസ് ടു പവർ എന്നുള്ള രീതിക്ക് എഴുതുക. അതാണ് ആക്ച്വലി ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ക്യാപിറ്റൽ L ഓഫ് തീറ്റ എഴുതുന്നതിനുള്ള ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതുക എന്നുള്ളതാണ്. സോ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ L ഓഫ് തീറ്റ എന്ന് പറയുന്നത് തീറ്റ റൈസ് ടു 7 1 മൈനസ് തീറ്റ റൈസ് ടു 3. 7 ഉം 3 എന്തുകൊണ്ട് വന്നു വെച്ചാൽ 7 ടൈംസ് ഹെഡ് വന്നു, 3 ടൈംസ് ടെയിൽ വന്നു. അവിടെ ടെയിൽ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് 1 മൈനസ് തീറ്റയും ഹെഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീറ്റയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ ആണെന്ന്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് സ്മോൾ വാല്യൂസ്, അവിടെ നമ്മൾ പറഞ്ഞു അണ്ടർഫ്ലോ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ അതിന്റെ ലോഗരിതം എടുക്കുന്നു. സോ ലോഗരിതം എടുക്കുമ്പോൾ ക്യാപിറ്റൽ എന്നുള്ള സ്മോൾ ലെറ്റർ L ഓഫ് തീറ്റയായി മാറുന്നു. അതിന്റെ ലോഗരിതം എടുക്കുന്ന സമയത്ത് തീറ്റ റൈസ് ടു 7ഉം 1 മൈനസ് തീറ്റ റൈസ് ടു 3ഉം ലോഗരിതം എടുക്കുമ്പോൾ നമുക്ക് അവിടെ ആക്ച്വലി വരുന്നത് ലോഗ് ഓഫ് തീറ്റ റൈസ് ടു 7 ഇൻറ്റു 1 മൈനസ് തീറ്റ റൈസ് ടു 3 എന്നാണ്. അതായത് ലോഗ് AB എന്നാണ്. അതിന് നമ്മൾ എഴുതുന്നത് ലോഗ് A പ്ലസ് ലോഗ് B എന്നാണ്. ആക്ച്വലി ലോഗ് A പ്ലസ് ലോഗ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തീറ്റ റൈസ് ടു 7, അതായത് ലോഗ് തീറ്റ റൈസ് ടു 7. ലോഗ് തീറ്റ റൈസ് ടു 7 എന്ന് പറഞ്ഞാൽ ലോഗ്, ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ ഓഫ് എ കോയിൻ. ആ കോയിൻ ടോസ് ചെയ്തിരിക്കുന്നത് 5 ടൈംസ് ആണ്. ഇവിടെ റിസൾട്ട് എന്ന് പറയുന്നത് ഹെഡ് ടൈല് ഹെഡ് ടൈലാണ്. സോ 2 തവണ ടെയിൽ വരുന്നു, 3 തവണ ഹെഡ്സ് വരുന്നു. ഇവിടുത്തെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മറ്റേതിന് തന്നെ സിമിലർ ആണ്, കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ ഉള്ളതുകൊണ്ട് ഇത് പറയണമെന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ പാരാമീറ്ററിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ബീങ് ഹെഡ് ആണ്. അവിടുത്തെ പോലെ തന്നെയാണ് പ്രോബബിലിറ്റി ഓഫ് ടെയിൽ എന്ന് പറയുന്നത് എന്താണ്, 1 മൈനസ് തീറ്റയാണ്. ആ ഒരു ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നു. ലൈക്ക് എന്താണ് നമ്മുടെ തീറ്റ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ 1 മൈനസ് തീറ്റ എന്ന്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണോ നമ്മുടെ ഒബ്സർവേഷൻ അതിനെ ഓരോ തവണ ലൈക്ക് L ഓഫ് തീറ്റ എന്ന് പറയുന്നത് ആദ്യം ഹെഡിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് തീറ്റ എന്ന് എഴുതും, ദെൻ ടെയിലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 1 മൈനസ് തീറ്റ എഴുതും, പിന്നെ ഹെഡിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് തീറ്റ എഴുതും, ദെൻ ഹെഡിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് തീറ്റ എഴുതും, ടെയിലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 1 മൈനസ് തീറ്റ എഴുതും. സോ ഇതിൽ തീറ്റ ഇൻറ്റു തീറ്റ അതെന്താണ്, തീറ്റ ക്യൂബ് ആണ്. ദെൻ 1 മൈനസ് തീറ്റ ഇൻറ്റു 1 മൈനസ് തീറ്റ, അപ്പൊ എന്താണ് 1 മൈനസ് തീറ്റ സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതുന്നത്. അവിടെ നമ്മൾ തീറ്റ റൈസ് ടു 7 എഴുതി, 1 മൈനസ് തീറ്റ റൈസ് ടു 3 എഴുതി. അതുപോലെ തന്നെ ഇവിടെ 5 ഒബ്സർവേഷൻ ആയതുകൊണ്ട് തീറ്റ റൈസ് ടു 3 എഴുതി, 1 മൈനസ് തീറ്റ റൈസ് ടു 2 എഴുതി. ഓക്കെ അല്ലേ? ഇനി
ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷനിൽ നമ്മൾ അടുത്ത് ചെയ്യുന്നത് അതിന്റെ ലോഗരിതം എടുക്കുക എന്നുള്ളതാണ്. സോ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ലോഗരിതം, ലൈക്ലിഹുഡിന്റെ ലോഗരിതം എടുക്കുക എന്നുള്ളതാണ്. ലോഗരിതം എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ വരുന്നത് എന്താണ്? ആക്ച്വലി എൽ ഓഫ് തീറ്റ, ഇതിന്റെ ലോഗരിതം എടുക്കുന്ന സമയത്ത് നമ്മളൊരു ആദ്യത്തെ കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ലോഗ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോഗരിതം ഓഫ് തീറ്റ റൈസ് ടു 3 ഇൻറ്റു 1 മൈനസ് തീറ്റ സ്ക്വയർ എടുക്കുമ്പോൾ ലോഗരിതം ഓഫ് തീറ്റ റൈസ് ടു 3 ഇൻറ്റു ലോഗരിതം ഓഫ് തീറ്റ റൈസ് ടു 3 പ്ലസ് ലോഗരിതം ഓഫ് 1 മൈനസ് തീറ്റ സ്ക്വയർ ആവും. സോ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോഗരിതം ഓഫ് എ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ലോഗ് എ ആണ്. അതായത് 3 ലോഗ് തീറ്റ പ്ലസ് 2 ലോഗ് 1 മൈനസ് തീറ്റ എന്നായി മാറും. 3 ലോഗ് തീറ്റ എന്ന് പറഞ്ഞാൽ ലോഗ് തീറ്റ ക്യൂബിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ലോഗ് തീറ്റ ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ലോഗ് തീറ്റ എന്ന് എഴുതാം. ലോഗ് 1 മൈനസ് തീറ്റ റൈസ് ടു 2 നമുക്ക് എന്ത് എഴുതാം? 2 ലോഗ് 1 മൈനസ് തീറ്റ എന്ന് എഴുതാം. അതാണ് അതിന്റെ ലോഗരിതം എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഡിഫറൻഷിയേറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഡിഫറൻഷിയേറ്റ് എടുക്കുന്ന സമയത്ത് എന്തിനാണ് ഡിഫറൻഷിയേറ്റ് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോഗിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിൽ ഡിഫറൻഷിയേറ്റ് എടുക്കുന്നത്. സോ ഡിഫറൻഷിയേറ്റ് ഓഫ് തീറ്റ നമ്മൾ ചെയ്യുന്നത് dl ബൈ ഡി തീറ്റ ഓഫ് തീറ്റ ചെയ്യുമ്പോൾ 3 ലോഗ് തീറ്റ, ലോഗ് തീറ്റയുടെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് 1 ബൈ തീറ്റയാണ്. ലോഗ് തീറ്റയുടെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് 1 ബൈ തീറ്റയാണ്. അപ്പൊ 3 ഇൻറ്റു 1 ബൈ തീറ്റ പ്ലസ് 2 ഇൻറ്റു ലോഗ് 1 മൈനസ് തീറ്റയുടെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് മൈനസ് 1 ബൈ 1 മൈനസ് തീറ്റയാണ്. മൈനസ് 1 ബൈ 1 മൈനസ് തീറ്റയാണ്. സോ അവിടെ എന്തായി മാറും? ഈ പ്ലസ് എന്നുള്ളത് ഇവിടെ വരുമ്പോൾ മൈനസ് ആയി മാറും. 2 ഇൻറ്റു 1 ബൈ 1 മൈനസ് തീറ്റ, അതായത് 3 ബൈ തീറ്റ മൈനസ് 2 ബൈ 1 മൈനസ് തീറ്റയായി മാറും. ഈ ഡിഫറൻഷിയേഷൻ ഈക്വൽ ടു 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 3 ബൈ തീറ്റ മൈനസ് 2 ബൈ 1 മൈനസ് തീറ്റ എന്ന് പറയുന്നത് 0 ആയി മാറും. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 3 ഇൻറ്റു 1 മൈനസ് തീറ്റ ഈക്വൽ ടു 2 തീറ്റ എന്ന് വരും. 3 മൈനസ് 3 തീറ്റ ഇസ് ഈക്വൽ ടു 2 തീറ്റ എന്ന് പറയും. 3 ഇസ് ഈക്വൽ ടു 5 തീറ്റ, തീറ്റ ഇസ് ഈക്വൽ ടു 3 ബൈ 5. സോ ആ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ സെയിം തന്നെ നോക്കാം. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, ലോഗ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ലോഗ് എക്സ് റൈസ് ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലോഗ് എക്സ് ആണ്. സോ നമുക്ക് അവിടെ എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ ലോഗരിതം ചെയ്യുമ്പോൾ ഇവിടെ തീറ്റ റൈസ് ടു 7, അപ്പൊ ഇങ്ങനെ ഒരു ടേം ആണ് ലൈക്ലിഹുഡിൽ നിങ്ങൾക്ക് വരുന്നത് എങ്കിൽ അവിടെ ലോഗരിതം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പവറിലുള്ളത് എന്ത് വാല്യൂ ആണോ ആ വാല്യൂ ലോഗ് തീറ്റ പ്ലസ് ഇവിടെ 3 ലോഗ് 1 മൈനസ് തീറ്റ ആയിരിക്കും. ഇനി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലോഗ് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ തീറ്റ ആണെന്ന് ഓർത്തിരിക്കുക. ലോഗ് ഓഫ് 1 മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് 1 ബൈ 1 മൈനസ് തീറ്റ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. 7 ഇൻറ്റു 1 ബൈ തീറ്റ മൈനസ് 3 ഇൻറ്റു 1 ബൈ 1 മൈനസ് തീറ്റ. അതിനെ 0 ഈക്വൽ ചെയ്യുക. 0 ഈക്വൽ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 7 ഇൻറ്റു 1 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു 3 തീറ്റ എന്ന് വരും. സോ 7 മൈനസ് 7 തീറ്റ ഇസ് ഈക്വൽ ടു 3 തീറ്റ, ദാറ്റ് ഈസ് തീറ്റ എന്ന് പറയുന്നത് 7 ബൈ 10.7 ആണ്. സോ ഇവിടുത്തെ MLE അഥവാ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.7 ആണ്. അത് ഒരു പൈത്തൺ പ്രോഗ്രാം പോലെ തന്നിട്ടുണ്ട്, പക്ഷെ അത് ചെയ്യേണ്ട. അപ്പൊ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്താണെന്ന് ഓർത്തിരിക്കുക. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒരു പാരാമീറ്റർ എസ്റ്റിമേഷൻ ആണ്. പാരാമീറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെഷീൻ ലേണിംഗ് മോഡൽസ് ഉണ്ടായിരിക്കും. ആ മോഡൽസിലെ പ്രഡിക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് നമ്പർ ഓഫ് നമ്പേഴ്സ് ആണ്. ഇൻപുട്ടിനെയാണ് പാരാമീറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ആ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 or 3 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് MLE ആണ്, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ. അവിടെ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ലൈക്ലിഹുഡ് എന്താണ്, ഒരു ഡേറ്റാസ് ഒബ്സർവ്ഡ് ഡേറ്റാസ് ഉണ്ടെങ്കിൽ ആ ഒബ്സർവ്ഡ് ഡേറ്റാസിലൂടെ നമ്മൾ അനാലിസിസ് നടത്തി ഒരു ഫൈൻഡിങ് അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. സോ ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ തീറ്റയാണ്. എക്സ് ഗിവൺ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്താണ് 10 ഒരു കോയിനെ ഫ്ലിപ്പ് ചെയ്യുന്നു 10 തവണ. ആ 10 ഒബ്സർവേഷൻ ഉണ്ടായിരിക്കും. ആ 10 ഒബ്സർവേഷനിൽ നമുക്ക് കിട്ടിയത് എന്താണോ അതിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എസ്റ്റിമേഷൻ നടത്തുന്നത്. അപ്പൊ ആ 10 ഒബ്സർവേഷൻസിൽ ഏത് ഒബ്സർവേഷനെയാണ് ഇപ്പൊ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബീങ് ടെയിൽ ആണ് കാണുന്നതെങ്കിൽ അതിനെ തീറ്റ എന്ന് എടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് പ്രോബബിലിറ്റി ഓഫ് ബീങ് ഹെഡ് എന്ന് പറയുന്നത് 1 മൈനസ് തീറ്റയായി മാറുന്നു. ഇനി ആ ഒബ്സർവേഷൻസിൽ എത്ര തവണയാണ് നമുക്ക് കിട്ടിയത്? ഇപ്പൊ നമ്മളൊരു 15 തവണയാണ് ചെയ്തത്. ആ 15 തവണയിൽ നമ്മളൊരു 8 തവണ എന്ത് ചെയ്തു, നമുക്ക് ടെയിൽ കിട്ടി. ബാക്കി ഒരു 7 തവണ ഹെഡ് കിട്ടി. സോ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് തീറ്റ എന്ന് പറയുന്നത് ടെയിൽ ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് തീറ്റ റൈസ് ടു എത്ര വരണം? 8 ടെയിൽ ആയതുകൊണ്ട് തീറ്റ റൈസ് ടു 8 വരണം. 1 മൈനസ് തീറ്റ റൈസ് ടു 7 വരണം. 8 15. സോ ആ ഒരു കൺസെപ്റ്റ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി കഴിഞ്ഞു.
കാര്യം എന്താണ്? ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷന്റെ പവർ എന്താണോ അത് ഡിവൈഡഡ് ബൈ തീറ്റയാണ് അതിന്റെ ലോഗരിതം ചെയ്ത് ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി 1 മൈനസ് തീറ്റയുടെ കേസിൽ ഒരു മൈനസ് ഓഫ് ആ ഒരു പവർ ഡിവൈഡഡ് ബൈ 1 മൈനസ് തീറ്റ ആയിരിക്കും. മൈനസ് അവിടെ ഇടയ്ക്ക് പ്ലസ് എന്നുള്ളത് മൈനസ് ആവുന്ന ഓർത്തിരിക്കുക. അതെന്തുകൊണ്ടാണ്? ലോഗരിതം ഓഫ് തീറ്റ എന്ന് പറയുന്നത് ലോഗ് തീറ്റയുടെ ഡിഫറൻഷിയേഷൻ എടുക്കുമ്പോൾ അത് 1 ബൈ തീറ്റയാണ്. ലോഗ് ഓഫ് 1 മൈനസ് തീറ്റയുടെ ഡിഫറൻഷിയേഷൻ എടുക്കുമ്പോൾ അത് മൈനസ് 1 ബൈ 1 മൈനസ് തീറ്റയാണ്. സോ ആ ഒരു നെഗറ്റീവായി മാറുന്നു, സിമ്പിളായി മാറുന്നു. പിന്നെ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ അത് ഈക്വൽ ടു 0 ആക്കുന്നു. അതിനോട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടുന്നു. അതാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞ പ്രോബ്ലം. ആ പ്രോബ്ലത്തിനകത്ത് വരുന്ന ചാൻസസ്. ഇത് ബെർണോളി ട്രയൽ ആണെങ്കിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ബെർണോളി ട്രയൽ വെച്ചുള്ളത് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു രീതിക്ക് ചെയ്ത് പഠിക്കണം. സോ ഞാൻ 2-3 എക്സാമ്പിൾസ് ഇടാം. ഡിഫിക്കൽട്ട് ആയിട്ടൊന്നും ഫീൽ ചെയ്യേണ്ട കാര്യമില്ല, എളുപ്പമാണ്. ആ ഒരു വാല്യൂസ് മാറുന്നില്ല, അതുകൊണ്ടാണ് അത് എളുപ്പമായി മാറുന്നത്. ലോഗ് തീറ്റ എന്നുള്ളതും ലോഗ് 1 മൈനസ് തീറ്റ എന്നുള്ളതും അതിന്റെ ഡിഫറൻഷിയേഷൻ എടുക്കുമ്പോൾ 1 ബൈ തീറ്റ എന്നുള്ളതും മൈനസ് 1 ബൈ 1 മൈനസ് തീറ്റ എന്നുള്ളതും ഒരിക്കലും മാറുന്നില്ല. ആ ഒരു ഇത് നമ്മൾ ഓർത്തിരുന്നാൽ മതി. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ അത്ര ഡിഫിക്കൽട്ട് ടാസ്കും അല്ല. ഓക്കെ ആണോ? കുറെയൊക്കെ ശ്രദ്ധിച്ചതോ കുറെയൊക്കെ ഉറങ്ങിപ്പോയോ? ഓക്കെ, അപ്പൊ ഇന്ന് രണ്ടാമത്തെ എസ്റ്റിമേഷൻ മെത്തേഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ ഞാൻ മാക്സിമം ലൈക്ലിഹുഡിൽ നിർത്തുവാണ്. പിന്നെ മെഷീൻ ലേണിംഗ് എന്താണ്, മെഷീൻ ലേണിംഗും ട്രഡീഷണൽ പ്രോഗ്രാമിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ദെൻ മെഷീൻ ലേണിംഗിൽ വരുന്ന പാരാമീറ്റർ എസ്റ്റിമേഷൻ, പാരാഡിഗംസ് 4 ടൈപ്സിലുള്ള ലേണിംഗ്, സൂപ്പർവൈസ്ഡ്, സെമി സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്. ഇതിന് ഓരോന്നിനും എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിനും എക്സാമ്പിൾസ് അതെന്താണ്, അപ്പൊ നമുക്ക് ആ എക്സാമ്പിൾ വെച്ചാണെങ്കിൽ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലാതെ നമ്മളെല്ലാം ഒരു കാണാപ്പാട രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മെഷീൻ ലേണിംഗ് തല നിൽക്കില്ല. സോ നമ്മൾ എല്ലാത്തിനും എക്സാമ്പിൾസിലൂടെ, ഇപ്പൊ ഈവൻ എന്താണ് ഈ ബയാസ് തിയറം പറഞ്ഞതുപോലും ആണെങ്കിലും ഈ വൈറൽ ഫീവർ, ഡെങ്കി അല്ലെങ്കിൽ ആ ഒരു എക്സാമ്പിൾ ഓർത്തിരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് എഴുതാൻ പറ്റും. നമുക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങും. ഓക്കെ ആണോ? സോ ആ ഒരു എക്സാമ്പിൾസിലൂടെ തന്നെ പോവുക കേട്ടോ. ഈ ടെക്സ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഈ ടെക്സ്റ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. 2024 ബേസ് ചെയ്ത് സാർ എഴുതിയ ടെക്സ്റ്റ് ആണ്. നല്ല ഇതാണ്, ഞങ്ങൾ എല്ലാ ഗ്രൂപ്പും ഫോളോ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ആണ്. സോ വായിക്കാനും ഇഷ്ടമാവും നമുക്ക്. ഒത്തിരി സിമ്പിൾ ആയിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ എക്സാമ്പിൾസ് വെച്ചും തന്നെയാണ് സാർ പറഞ്ഞുമായിരിക്കുന്നത്. സോ എക്സാമ്പിൾസ് ഓർത്തിരുന്ന് തന്നെ ടോപ്പിക് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. എല്ലാവരും തന്നെ ഉണ്ട് അല്ലേ? ഇനി നമുക്ക് ക്ലാസ് വരുന്നത് വ്യാഴാഴ്ചയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. താങ്ക് യു ഫോർ ജോയിനിങ്. എല്ലാവരും ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. കുറച്ച് പഠിപ്പിച്ചിട്ടുള്ളൂ. സോ അത് വായിച്ച് ഇത് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ദേ വന്നും ബ്രോ.